അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യം പുറത്ത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിന്റെ ഫോൺ പരിശോധിക്കുന്നത് വ്യക്തം. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് നടത്തിപ്പുകാർ റിമാൻഡിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉയരുന്ന ചോദ്യം ഇതാണ്: നിതിന്റെ മരണത്തിന് ഉത്തരവാദികൾ ആര്? നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുൻപുള്ളതാണ് CCTV ദൃശ്യം. ആ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അധ്യാപകർ ചേർന്നിരുന്ന് നിതിന്റെ ഫോൺ പരിശോധിക്കുന്നതാണ് ഇതിലുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക്. ലോൺ ആപ്പ് നടത്തിപ്പുകാരായ 3 പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തലശ്ശേരി കോടതി. നോയിഡയിൽ നിന്നാണ് ഉത്തർപ്രദേശ്, ഹരിയാന സ്വദേശികളെ കണ്ണൂർ സൈബർ പോലീസ് പിടികൂടിയത്. അതിനിടെ നിതിന്റെ വീട്ടിലെത്തിയ സഹപാഠികൾ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. മകന്റെ ഓർമ്മകളിൽ കൂട്ടുകാർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു നിതിന്റെ അമ്മ. അഞ്ചരക്കണ്ടി കോളേജിലെ 33 വിദ്യാർത്ഥികളാണ് നിതിന്റെ വീട്ടിലെത്തിയത്. നിഖിൽ വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, എന്തായാലും എങ്ങനെയാണ് നിതിൻ മരണത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ നിതിനെ മരണത്തിന് പ്രേരിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് അതിൽ ഏറ്റവും നിർണായകമായത് ഈ ഒരു ലോൺ ആപ്പിൽ ഉള്ള ആളുകളെ പ്രതികളായി ചേർത്തു എന്നുള്ളതാണ്. അവരെ കൂടി റിമാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതൽ അധ്യാപകരൊക്കെ ഇക്കാര്യത്തിൽ രാജി വയ്ക്കും കോളേജിൽ നിന്നും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ നിതിന്റെ സഹപാഠികൾ നിതിന്റെ വീട്ടിലെത്തി. ആ കാഴ്ചകളിൽ നിന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ദുഃഖം നിറഞ്ഞ കാഴ്ചയാണ് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നതും നിതിന്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ നിതിന്റെ വീട്ടുകാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരം തേടുകയാണ് പോലീസും. പോലീസ് അന്വേഷണമൊക്കെ ഏത് രീതിയിലാണ് ഈ ഒരു സമയത്ത് പുരോഗമിക്കുന്നത്? സ്വാതി, തീർച്ചയായും ആ പറഞ്ഞത് തന്നെയാണ്. നിതിൻ രാജ് ജീവനൊടുക്കാനുള്ള കാരണം എന്ത് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. പോലീസ് 3 സാധ്യതകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കൃത്യമായി ഏതാണ്, അല്ലെങ്കിൽ ഈ അവസാന ദിവസം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയാണ് ഇനി വരേണ്ടത്. ഏതായാലും വളരെ നിർണായകമായതാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പുറത്തു വന്നിരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങൾ. ഈ നിതിൻ രാജ് ജീവനൊടുക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു 25 മിനിറ്റ് മുൻപ് ഉള്ള CCTV ദൃശ്യങ്ങളാണ്. അത് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നുള്ളതാണ്. ആ മുറിയിൽ നമുക്ക് കാണാം അവിടെ 3 അധ്യാപകരുണ്ട്. നിതിൻ രാജിന്റെ ഫോൺ അവിടെ പരിശോധിക്കുന്നുണ്ട്. ഈ അധ്യാപകർ ഈ ഫോൺ പരിശോധിക്കുകയും ഇതിനെക്കുറിച്ച് നിതിൻ രാജിനോട് ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന് പറയുന്ന ആ ലോൺ ആപ്പിൽ നിന്ന് വിളി വരുന്നുണ്ട്. ആ വിളിയിൽ വളരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രൂപത്തിൽ തന്നെ നിതിൻ രാജിനോട് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മുറിയിൽ എന്ത് സംഭവിച്ചു, അങ്ങനെ പൊടുന്നനെ ജീവനൊടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ മാത്രം നിതിൻ രാജിനെ പ്രേരിപ്പിക്കുന്ന എന്താണ് ആ മുറിയിൽ സംഭവിച്ചത് എന്നുള്ളതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ആ നിലയ്ക്കുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും കണ്ണൂർ സിറ്റി സൈബർ പോലീസിൻ്റെ വിദഗ്ധമായൊരു ഇടപെടലിലൂടെ തന്നെയാണ് ഈ ലോൺ ആപ്പ് സംഘത്തെ ഇപ്പോൾ ഏതായാലും പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. നോയിഡയിലെത്തിയാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് ഈ പ്രതികളെ പിടികൂടിയത്. ഈ കേസിലെ പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോൾ അവിടെ വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് ഇത്തരത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത്
എന്ന കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം 30-ലേറെ സിമ്മുകൾ ഒരേ സമയം ഉപയോഗിക്കാവുന്ന സിം ബോക്സ് ആണ് അവിടെ പോലീസ് പ്രധാനമായും കണ്ടെത്തിയ ഒരു സാങ്കേതിക സംവിധാനം. ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ സംവിധാനത്തിൽ അതിന് ആ ഒരു രൂപത്തിലായിരുന്നു അവിടെ ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അങ്ങനെ പല നമ്പറുകളിൽ നിന്ന് മാറി മാറി വിളിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നമ്പറുകൾ ഒരു കോൾ കഴിഞ്ഞാൽ ഉടൻ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു എന്ന നിലയിലേക്കാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ നോയിഡയിലെ ഈ കേന്ദ്രത്തിലേക്ക് എത്താനും പ്രതികളെ പിടികൂടാനും പോലീസിന് സാധിച്ചു. ഉത്തർപ്രദേശിലെ ഖാസിയാബാദ് സ്വദേശി ഋഷികേഷ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രശാന്ത് ഖേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജയ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 പ്രതികളെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം തന്നെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പരമാവധി തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നുണ്ട്. ഇനി പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. ഒപ്പം ഈ ഡോക്ടർ റാമിനെതിരായ പല വിദ്യാർത്ഥികളും ഉയർത്തുന്ന ആരോപണമുണ്ട്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഈ റാം മാത്രമല്ല, മറ്റ് അധ്യാപകരും അവിടെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് അവരെ മാനസികമായി തകർക്കുന്ന രീതിയിൽ പെരുമാറുന്നവർ ഉണ്ട് എന്നൊരു പരാതി വിദ്യാർത്ഥികൾ നൽകിയിരുന്നു. അതായത് ഒരു ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പരാതികളുള്ള ആളുകൾക്ക് അത് അറിയിക്കാനുള്ളൊരു അവസരം വിദ്യാർത്ഥികൾ ഒരുക്കിയപ്പോൾ 150-ലേറെ പരാതികൾ വന്നിരുന്നു. ഡോക്ടർ റാമിനെതിരായ പരാതികളുടെ അതേ സ്വഭാവത്തിലുള്ള പരാതി ലഭിച്ച മറ്റൊരു അധ്യാപകനാണ് ഓർത്തോഡോണ്ടിക്സ് വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാഷിം അലി. ഇന്ന് ഈ ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു എന്നൊരു വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതേ വിഭാഗത്തിൽ ഓർത്തോഡോണ്ടിക്സ് വകുപ്പിൽ നിന്ന് കൂടുതൽ രാജികൾക്കുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 7ഓളം അധ്യാപകരും ജീവനക്കാരും അവിടെ രാജിക്കത്ത് നൽകിയിട്ടുമുണ്ട്.